പിന്നെ 2 ചാപ്പലൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം ഈ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് ഇതൊരൊറ്റ കമ്മ്യൂണിറ്റി പോലത്തെ സെറ്റപ്പ് ആയിരുന്നു. എന്തിനാ ഗോപിജി വന്നത്? മണ്ണെടുക്കാൻ. നമ്മളെങ്ങോട്ടാ പോണത്? പള്ളിയില്. പള്ളി കണ്ടിട്ട് വരാം. അങ്ങനെ ഈ വെതർ കണ്ടപ്പോൾ പിന്നെ പള്ളി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ഡൈവേർട്ട് ചെയ്ത് വഴി മാറ്റി പിടിച്ചു പോയി. കുറച്ച് വീഡിയോസ് എടുക്കുമായിരുന്നു. അങ്ങനെ വിൻ്ററിൽ അങ്ങനെ ഒരു വെയിലുള്ള ദിവസം കിട്ടിയതായിരുന്നു. ഈ കാണുന്നവരൊക്കെ നടക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ലിത്യയിൽ വരുന്ന ഹോസ്പിറ്റൽ. നമുക്ക് അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ, നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. ആ കാണുന്നതാണ് നമ്മുടെ പള്ളി. ഇത് നമ്മുടെ സ്ഥിര ലൊക്കേഷനാണ് കേട്ടോ. നമ്മൾ നടന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ദ ചർച്ച് ഓഫ് സെൻറ്റ് മാർട്ടിൻ. അതായത് പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന പാരിഷ് ചർച്ച് വലിപ്പം കുറഞ്ഞു പോയി എന്നുള്ളൊരു കാരണം കൊണ്ട് 1899 വീണ്ടും റീകൺസ്ട്രക്ഷൻ ചെയ്തതാണ് ഈ സെൻറ്റ് മാർട്ടിൻ ചർച്ച്. ടൂറിസ്റ്റുകൾ ഇവിടെ അലൗഡ് ആണ്. സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റും. അതിനൊരു പ്രത്യേക സമയം. ഒരു ന്യൂ ഗോത്തിക് ചർച്ച്, അതാണ് സെൻറ്റ് മാർട്ടിൻ ചർച്ച്. 1899 പണി തുടങ്ങി 1901 പണി തീർന്നത്. എടുത്തു പറയാനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചർച്ചിനകത്ത് നടത്തുന്ന കോറസ് കോൺസെർട്ടുകളാണ്. അതായത് ചർച്ചിനകത്ത് നടത്തുന്ന കോറസ് സോങ്സുകൾ ചർച്ചിൻ്റെ വാളിൽ തട്ടി അതിലും മനോഹരമായാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാണ്. അങ്ങനെ ആ ചർച്ച് വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഇവരെ കണ്ടത്. അടുത്തൊരു സ്ലൊവേനിയൻ വിശേഷമായിട്ട് വീണ്ടും വരാം. ബൈ.